ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മുടെ അൽമസ്കറ്റ് സീരീസിൻ്റെ ഇടവഴികൾ തേടിയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ട ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്ത് പറ്റി? ഇങ്ങനെ കയറിപ്പോണ്ട്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇവിടുത്തെ ഇതുണ്ട് ക്ലൈമറ്റ്. ആദ്യമായിട്ടാണ് ഇവിടെ മഴക്കാർ ഞാൻ കാണുന്നത്. ഇവിടെ വന്നിട്ട് മഴ പെയ്തിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് മഴക്കാർ കാണുന്നത്. ഇപ്പം 2 ദിവസമായിട്ടൊരു മഴക്കാറാണ്. ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞു രാവിലെ എങ്ങാണ്ട്, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് പെയ്യുമെന്നൊക്കെയാണ് കാലാവസ്ഥ ഇതിവൃത്തങ്ങൾ അറിയിക്കുന്നത്. അല്ല, മഴക്കാറുണ്ട്. കണ്ടോ, നമ്മുടെ സാംസങ്ങുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പം തെന്നിപ്പോയനെ. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിന്, കുറച്ചല്ല, ഒരാഴ്ചയായിട്ട് പുറത്തങ്ങാതിരിക്കുകയാണ്. ആഹാ, ബൈക്കല്ലേ പോണത്? ഇവിടെ ബൈക്കോ? എൻ്റെ കർത്താവേ, നമ്മളെന്താ കാണണേ? തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടുമ്പോൾ വ്ളോഗ് വരുന്നുണ്ട്. അത് നേരത്തെ എടുത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു സാധനം കിടക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഡിഫൻഡറാണോ മറ്റേ സാധനമാണോ എന്നറിയത്തില്ല. നോക്കട്ടെ. ഡിഫൻഡർ ഡിഫൻഡർ ലാൻഡ് റോവർ ഡിഫൻഡർ. ഇത് മറ്റേ 1 ടൺ അല്ലേ ഡിഫൻഡർ? അതല്ലേ ആണെന്നാണ് തോന്നുന്നത്. 2 സീറ്റർ. ഇതൊക്കെയല്ലേ നമ്മുടെ മമ്മൂക്കേൻ്റെ കയ്യിലിരിക്കുന്ന സാധനം? അത് തന്നെ. ഡിഫൻഡർ ഗൈസ്. അത് 8 ഡിഫൻഡർ ഇവിടെ വന്നിട്ട് കണ്ട്. ഇവിടെ വരുമ്പോൾ ഡിഫൻഡർ കണ്ട കേട്ടോ. മഴക്കാറൊക്കെ ഒരുമാതിരി മാറി തെളിഞ്ഞിരിക്കുന്നു. വേഗം നോക്ക്, കാണണ്ട. അവിടെ ഒരു ലെക്സസ് കിടക്കുന്നു. ലെക്സസ്, അതാ ഡിഫൻഡർ ഗൈസ്. അങ്ങനെ നമ്മൾ ഡിഫൻഡറിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഡിഫൻഡറിനെ ചാത്തന്മാരെ കണ്ടിട്ടുണ്ട്. അവിടെ മറ്റേ വോട്ട്സ്വാഗൻ്റെ മറ്റേ സാധനം, മൂട്ട വണ്ടി. നമ്മുടെ ഗെയിമിനകത്തൊക്കെ ഉള്ള മൂട്ട വണ്ടി കിടക്കുന്നു സാധനം. ഇതാണ് ഒറിജിനൽ സാധനം. ഞാൻ എനിക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമില്ലാതെ നിൽക്കുന്ന മല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വ്ളോഗ് വരുന്നുണ്ട് ഡെയിലി അല്ല, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഗ്യാപ്പിനൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. കാര്യം ഷോർട്സ് വ്ളോഗ് അങ്ങനെയാണ് നമ്മൾ ഇട്ട് പോകുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിനിടയിൽ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗും ഷോർട്സും വരുന്നുണ്ടാവും ഗൈസ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ നേരമായിട്ട് ഞാൻ ക്യാമറ ഓണാക്കും, ഏതെങ്കിലും വണ്ടി പോകും, ഭയങ്കര സൗണ്ട്. അത് കാരണം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയായിട്ട് നമ്മൾ ചൂട് കാരണം വെള്ളിട്ടിറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വ്ളോഗ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്കപ്പോഴും ഡെയിലി എടുത്ത് വയ്ക്കുന്ന, അങ്ങനെ ഇട്ട് വയ്ക്കുന്ന, അതിൻ്റെ ഒക്കെ ഷോർട്സ് കയറ്റി വിടുന്ന കാരണം നമുക്കിപ്പോൾ ഡെയിലി വ്ളോഗ് എടുത്താലും അത് ഷെഡ്യൂൾ ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഓരോ ഡേറ്റിന് അതിൻ്റെ ഇടയ്ക്ക് ഷോർട്സ് കയറി വരുന്നതുകൊണ്ട് അത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്ളോഗ് കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ എടുക്കുന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതിൻ്റെ സന്തോഷമാണ് ഒരാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങിയത്. മഴക്കാറുണ്ട്, പക്ഷെ ചൂട് കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ട്. ഇന്നലെയൊക്കെ ചൂടുണ്ടായിരുന്നു, ഇന്ന് ഇച്ചിരി കുറവുണ്ട്. നമ്മളത് കണ്ടുകൊണ്ട് വെറുതെ നടക്കാൻ കഴിഞ്ഞു. പിന്നെ നടക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇനിയെല്ലാം നമ്മുടെ റൂട്ടുകൾ ഇവിടുത്തെ അങ്ങ് ദൂരത്തൊക്കെ പോകേണ്ടി വരും. പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ലെന്നേ ഉള്ളൂ. ചൂട് കാരണം പിന്നെ അങ്ങനെ പോകാറില്ല. പിന്നെ അധികം നടക്കാനും പറ്റില്ല ചൂട് കാരണം. അത് കാരണം നമ്മൾ ഇവിടെ ഉള്ള വഴികളൊക്കെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ വ്യത്യാസ്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ആണ് പിന്നെ നടക്കാനൊരു മടി തുടങ്ങിയത്. ഞാൻ ഇവിടെ കൂടെ പുറത്ത് വന്ന് നിൽക്കും. നേരെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അവിടെ നിർത്തി കാഴ്ച കാണിക്കും, അല്ലെ വീടിന് ചുറ്റും നടത്തിക്കും. നമ്മുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോസിലൊക്കെ. സോ അതാണ് പരിപാടി. ഇന്നാണ് ഇങ്ങനെ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ നടപ്പ് പരിപാടിയൊക്കെ തീർന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചപ്പോൾ ഈ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം. നമ്മളെ മറ്റേ പള്ളീൻ്റെ അങ്ങോട്ട് പോകുന്ന അയാളുടെ വഴി. അതുകൊണ്ട് നമ്മൾ അവിടം വരെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. എന്ത് കാര്യത്തിൽ കയറിയാന്ന് എനിക്ക് പറഞ്ഞുകൂടാ, വെറുതെ വന്നാൽ. അപ്പോൾ നമ്മുടെ ഇടവഴികൾ തേടി അല്ലെങ്കിൽ ഇടവഴികൾ തേടിയുള്ള ഈ യാത്ര
ഒരു എന്താ പറയുക വലിയ കണ്ടൻ്റൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കാര്യം എല്ലാ റോഡും നമ്മൾ വന്നു, എല്ലായിടത്തൂടെയും ഇടവഴികളും കണ്ടുപിടിച്ചു. ഇനി ദൂരത്താണ്, പിന്നെ അത്ര നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി പോരുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ഈ സാധനം തുടങ്ങി വെച്ചതൊക്കെ നിർത്തേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കണ്ടൻ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഒരാഴ്ചയായിട്ട് വെറുതെ കുത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരാൾക്ക് പിന്നെ അദ്ദേഹം നടക്കാൻ ഇറങ്ങിയാൽ നല്ല സന്തോഷമാണ്. കാര്യം എന്തെങ്കിലും കാറ്റും കൊണ്ട് ആൾക്കാർക്കൊക്കെ ടാറ്റ കൊടുത്തോണ്ടിരിക്കേണ്ട, എത്ര നേരം ടാറ്റ കൊടുത്തോണ്ടിരിക്കാം. ഫോൺ ആക്കിയപ്പോഴത്തേക്കും ടാറ്റ നിർത്തിയത്. അങ്ങനെ ടാറ്റ കൊടുത്തുകൊണ്ട് ഒരാൾ നടക്കുന്നു, ഞാൻ ഇങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് നടക്കുന്നു. മഴക്കാറുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ബാക്കാൻ ഫോക്കസാവും എന്താ ഇവിടെയൊക്കെ തെളിഞ്ഞ്, പക്ഷേ ഇടയ്ക്ക് ഇത് കണ്ടോ മഴക്കാറുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ഒരുമാതിരി ഇരുണ്ട് മൂടിയിരിക്കുക. ഇന്ന് രാവിലെ തൊട്ട് ഇരുണ്ട് മൂടിയിരിക്കുകയാണ്. എന്താ നമ്മളിപ്പം നടന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പള്ളീൻ്റെ ഇവിടെ. ഇതൊന്ന് ബാങ്ക് വിളിക്കാൻ സമയം 6:30 ആയി വരുന്നുണ്ട്. ദൂരത് നമ്മുടെ മസ്താങ് ജീറ്റി, നമ്മുടെ അപ്പുറത്തും മസ്താങ് കിടപ്പുണ്ട് ജീറ്റി. നമ്മളന്ന് കാണിച്ച മഞ്ഞ ഇരുട്ടത്ത് ഓറഞ്ച് ഇരുട്ടത്ത് മഞ്ഞയാണ് ആ വണ്ടി. ഇവിടെ മറ്റേ സാധനം കിടപ്പുണ്ട്, ടൊയോട്ടൻ്റെ. അങ്ങനെ നമ്മൾ അൽഖാദർ സ്ട്രീറ്റിൻ്റെ ബോർഡ് കണ്ട് ഇതിലവിടെയാണ് ഞാനെന്ന് പറഞ്ഞ കട, നമ്മളൊന്ന് ഫാൽ മേടിക്കാൻ പോയ കട. ഇത് വാദി വേ സിജാക്ക് പള്ളി. ഇവിടെ മറ്റേ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ മസ്താങ്ക് വരുന്നു, നമ്മുടെ അവിടെ ഫ്രണ്ടിൽ കിടക്കണ മസ്താങ്ക് അല്ലേ ഇത്? അല്ല അതല്ല, പക്ഷെ അത് നമ്മുടെ ആ പോർച്ചിൽ കിടക്കണ മസ്താങ്ക് ഡോഡ്ജാണ് പോയത്. സോറി ഗൈസ്, നമ്മളെ ഡോഡ്ജ് ആ പോർച്ചിൽ കിടക്കണം. നമ്മളവിടെ കിടപ്പുണ്ടെന്ന് അത് തന്നെ. അപ്പോൾ അത് നമ്മുടെ അവിടെ കിടപ്പുണ്ടാവും. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ആ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, നമ്മളവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വീണ്ടും നാട്ടുകാരനെ കണ്ടു, സ്വിഫ്റ്റ് കിടക്കുന്നു. സ്വിഫ്റ്റും അവിടെ ഉണ്ടായിരുന്ന വണ്ടി. ഇതാണ് ആ കട. പുള്ളി അവിടെ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. കണ്ടില്ലെന്ന് തോന്നുന്നു എന്നെ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി, കണ്ടില്ല. അല്ലല്ലില്ല, ഇതെവിടെ പോണ് ഒരാളിത് എൻ്റെ കയ്യിരുന്ന് ജമ്പടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് നടന്ന് ഇവിടെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ കാര്യമൊന്നുമില്ല, വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ മറ്റേ ഇങ്ങോട്ട് കയറി എന്താണെന്ന് വെച്ചാൽ ജാഗ്വാറിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ടോയെന്ന് അറിയാനാണ് ഞാൻ അന്ന് ഇരുട്ടത്താണ് കാണിച്ചത്. ആ വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇതില്ല വണ്ടി അത് തന്നെ. ഇതാണ് ആ സാധനം. ജാഗ്വാറിൻ്റെ വിൻറ്റേജ് മോഡൽ, ബെൻസിൻ്റെ വിൻറ്റേജ് മോഡൽ. അതുകൊണ്ട് ജാഗ്വാറിൻ്റെ വിൻറ്റേജ് മോഡൽ ഇതാണ്. അന്ന് ഇരുട്ടത്ത് ഞാൻ കാണിച്ചു തന്നെ, എനിക്ക് വെളിച്ചത്ത് കാണിച്ചു തരാം. അതെ ജഗ്വാർ എന്താ വിൻറ്റേജ് സാധനം. അപ്പോൾ പോവാ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് നടക്കുകയാണ്. ഗൈസ് താണ്ട ഒരു ചുമന്ന ഡോഡ്ജ് കിടക്കുന്നു. ഇതൊരു പഴയ മോഡൽ ഡോഡ്ജ്. ഇതെന്താ സുസുക്കിൻ്റെ എന്തോ CS അത് തന്നെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തോണ്ട ഇവിടെ ഒരു ഒടി കിടക്കുന്നു. നമ്മുടെ മറ്റേ വണ്ടി കിടക്കുന്നതാണ്. ദൂരതയിൽ മറ്റേ നമ്മുടെ മസ്താങ്. സോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും തീരുമാനമായിട്ടില്ല എങ്ങോട്ട് പോകണമെന്ന്. വീണ്ടും നമ്മൾ നടന്ന് അവിടെ നടന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഇതിലേക്കൂടെ വന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കറങ്ങി അതിലേക്കൂടെ വന്ന് ഇവിടെ വന്ന് കയറി. ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അതാണ് നിൽക്കുന്നത്. കണ്ട വേ 5020. അപ്പം ഇതാണ്ടേ ആർക്കൊക്കെയോ ടാറ്റ കൊടുക്കണ്ട. അവിടെ കൂടെ സൈക്കിളിൽ ഒരു ചേട്ടൻ പോയി, അതിന് ടാറ്റ കൊടുക്കുക. ചേട്ടനാണ് ചെറുക്കൻ. അവിടെ നമ്മളെ മസ്താങ് കിടപ്പുണ്ട്. നമ്മളപ്പോൾ ഇങ്ങോട്ട് മാറി നിന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. തിരിച്ച് നടക്കണോ അതോ വേറെ എന്തെങ്കിലും പരിപാടി, വേറെ റൂട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണോ എന്നുള്ള പരിപാടിയിലാണ് അവിടെ നിൽക്കുന്നത്. ഒരാളിവിടെ നിൽക്കണം. എനിക്ക് കാറ് വരുമ്പോൾ പേടിയാണ്. കാറെങ്ങാനും വന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തോട്ട് വരും. കാരണം അതിലെ കൂടെ കാറ് പോകുന്നതിനാണ് അവളി കിടന്ന് ഓടണത്. എന്താ എന്തത് ഓർവട്ടമൊക്കെ വരുന്നത്. ഇത് കണ്ട ഒരുമാതിരി മൂടിയിരിക്കുക, കാണണ്ട, നല്ല മൂടി നിൽക്കുക. ആർക്കൊക്കെയോ ടാറ്റ കൊടുത്തോണ്ട് നിൽക്കുന്നു. ആർക്കാണാവോ ടാറ്റ കൊടുക്കണം ചേച്ചി? ആർക്ക് ടാറ്റ കൊടുക്കുക? ആർക്ക് ടാറ്റ കൊടുക്കുക? ഇതാ വീണ്ടും സ്വിഫ്റ്റ് പോകുന്നു.
ഇവിടെ നിന്ന് ടാറ്റ കൊടുക്കുന്ന ഒരു മഹത് വ്യക്തി. ആർക്കാണോ ടാറ്റ കൊടുക്കണം കണ്ട ഒക്കെ കൈയടിച്ചു വിടലേ. ചങ്ങൻ പിന്നെ ടാറ്റ കൊടുക്കണം. റോഡിൽ ഇപ്പോൾ ആരും ഇല്ല, എന്നാലും ടാറ്റ കൊടുക്കും. ഉള്ള ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ കുറേ പേര് പോയി, അവർക്കൊക്കെ ടാറ്റ വാരി വിതറി കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടേ ഇരിക്കുന്നു. കണ്ട കാർ പോകുന്നു, ടാറ്റ കൊടുക്കുന്നു. ആര് പോയാലും ടാറ്റ കൊടുക്കും. ആഹാ ലൈറ്റൊക്കെ വന്ന ഗൈസ്. തിരിച്ചു പോയാലോ എന്നുള്ള ആലോചനയിലാണ്. ഒരു ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിക്കുന്നു. ഇവളുടെ നല്ലൊരു ലൈറ്റിൻ്റെ കീഴിൽ നിന്നൊരു ഫോട്ടോ കണ്ട, നല്ല ലൈറ്റപ്പ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു ഫോട്ടോ പിടിച്ചിട്ട് വരാം. നമ്മളങ്ങനെ നടന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ നടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരാഴ്ചയായിട്ട് നടക്കാത്തതുകൊണ്ട് വലിയ മൂടൊന്നുമില്ല. പിന്നെ കാണാൻ സ്ഥലങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നടന്ന് നാളെ ഒരാൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ടിയായിരിക്കുന്നു. എന്താണോ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ കാര്യമായിട്ട് ചിന്തിക്കുക. നമ്മളപ്പോൾ തിരിച്ച് നടന്ന് ഈന്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. ഈന്തപ്പഴമൊക്കെ പറിച്ചുകൊണ്ട് പോയി ഗൈസ്. എന്താണ് നമ്മൾ തിരിച്ചിവിടെ എത്തി. ബാക്ക് ക്യാമറ ഓണാക്കാൻ ചേട്ടൻ. അതാണ്ട് മൂട്ട വണ്ടി, അതാണ്ട് ഡിഫൻഡർ. നമ്മൾ വീണ്ടും തിരിച്ച് നടക്കും. അയ്യോ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് തീർന്നു. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ഇതായിരിക്കും മിക്കവാറും ഷോർട്ട് ബ്ലോഗായിട്ട് വരുന്നത്. ഞാൻ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ലെങ്ത്ത് കുറവുള്ളതുകൊണ്ട് ബ്രോങ്ക് കിടക്കുന്നത് നമ്മുടെ. ശേഷം നമ്മൾ നടന്ന് നമ്മുടെ ഇവിടെ എത്തി. റൂമിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡോഡ്ജ് ഇവിടെ കിടപ്പുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തന്നാണ് ദേവിനെയും കിടപ്പുണ്ട് ആൾ. ഇതൊരു അറബിയായിരുന്നു, അറബിയല്ല, ഇവിടുത്തെ ഒമാനി ആരുടെ വണ്ടിയായിരുന്നത്. പുള്ളി ഞാൻ കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ നോക്കി ആരുടെ ഇത് കൊണ്ടുവന്നതെന്നറിയാം. ഒരു ദിവസം കൊണ്ടുവന്നെ കണ്ടപ്പോഴത്തേക്കും നിന്ന് ഞാൻ മലയാളിയാണോ അത് വേറെ ആരെങ്കിലും ആണോന്ന് അറിയാൻ വേണ്ടി കുറേ നേരം നിന്ന്. പുള്ളി വണ്ടി കൊണ്ടിട്ട് പോയി. അപ്പോഴാണ് മനസ്സിലായതൊരു ഒമാനിയാണ്, ഇവിടുത്തെ ആളാണെന്ന് മനസ്സിലായി. അന്നേരം തന്നെ ഞാൻ പോകുന്നു. കുറേ നേരം നിന്ന് പുള്ളി വണ്ടി കൊണ്ടിട്ടിട്ട് കിടക്കുന്ന വണ്ടി. നമ്മുടെ റൂം മഴക്കാർ ഇപ്പോഴും ഉണ്ട്. സൂത്രം നല്ല കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ക്യാമറ ഓണാക്കി തിരിച്ചപ്പോഴത്തേക്കും ഒരുത്തി ക്യാമറ കൈതട്ടി ഓഫാക്കി. ഞാൻ അവിടെ നിന്ന് വൈതാളടിച്ചുകൊണ്ടിരിക്കും ഇത് ഓണാക്കിയിട്ട് റെക്കോർഡാണെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് നോക്കപ്പോൾ റെക്കോർഡ് ഓഫായിരിക്കുന്ന കാര്യം അറിയില്ല. നമ്മളത് നടന്ന് ഇവിടം വരെ എത്തി. അവിടുന്ന് ഇവിടം വരെ കഥ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒരുത്തി കൈ തട്ടിയേക്ക് അവിടെ ഓഫാക്കി കളഞ്ഞു. പിന്നെ ഒരു കാര്യം വേറെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റേ ഇത് കൊണ്ടുവന്ന് അറിയാം, ഡിഫൻഡർ കൂട്ടിരിക്കുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അതിൽ പിന്നെ ആൾ കയറിയെന്ന് തോന്നുന്നു. മറ്റേ വണ്ടി ഡിഫൻഡറാണോ അതോ മറ്റേ ഡിഫൻഡറിൻ്റെ ഞാൻ അന്ന് കാണിച്ചൊരു സാധനമാണോ എന്നറിയത്തില്ല. ആ സാധനം അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണം കാണിച്ചില്ല എനിക്ക്. ഒരു മിനിറ്റ്, പുള്ളി അവിടെ നിൽപ്പുണ്ട്. എന്തുകൊണ്ടാ കൈസ് കണ്ട ഡിഫൻഡറിൻ്റെ സാധനം ജഗ്വറോ അങ്ങനെയാണ് ഡിഫൻഡറുടെ പേര്. ഈ വീട്ടിലെ പുള്ളിയുടെയാണ്. ഈ പുള്ളി ഓണം ചെക്ക് ചെയ്യാൻ തോന്നുന്നു. വീട്ടിലെ പുള്ളീൻ്റെ മീൻസ് ഈ വീട്ടിലെ ആളുടെ. അവർക്ക് കുറേ വണ്ടി ഉണ്ടെന്ന് തോന്നി. ഈ കിടക്കണ എല്ലാം വേറെ വണ്ടി കണ്ടത്. ലൈറ്റ് ഓണാക്കുന്ന പുള്ളി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തോട്ട് കയറുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ ആയിരിക്കും. അധികം ലെങ്ത്തൊന്നുമില്ല. സോ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ താർക്കോസ് സൈനിങ് ഓഫ്. ഒരു ടാറ്റ പറയൂ. ടാറ്റ പറയൂ. പറയത്തില്ല. അപ്പോൾ ബൈ.